പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ എക്സൈസ് ഓഫീസിന് പുതിയ കെട്ടിടം കൊണ്ടുവരാൻ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നജീബ് കാന്തപുരം MLA. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് എക്സൈസ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. എക്സൈസ് ഓഫീസ് MLA സന്ദർശിച്ചു. ജൂലൈ 17-ന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന തൂഫാൻ മെഗാ മീറ്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് MLA എക്സൈസ് ഓഫീസ് സന്ദർശിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് എക്സൈസ് വകുപ്പിന്റെ പെരിന്തൽമണ്ണയിലെ സർക്കിൾ ഓഫീസും റേഞ്ച് ഓഫീസും പ്രവർത്തിക്കുന്നത്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് കെട്ടിടം. മഴ പെയ്താൽ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം ചോർന്നൊലിക്കും. ചോർച്ച കാരണം ഓടിട്ട കെട്ടിടത്തിന് മുകളിൽ ടാർപ്പായ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഏറെ പരിമിതമായ സൗകര്യങ്ങളിലാണ് എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം. പുറകിൽ ആകെയുള്ള സ്ഥലത്താണെങ്കിൽ തൊണ്ടി വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ എക്സൈസ് കാര്യാലയത്തിലെ പോരായ്മകൾ നേരിട്ടറിയാൻ നജീബ് കാന്തപുരം MLA സർക്കാർ ഓഫീസും റേഞ്ച് ഓഫീസും സന്ദർശിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദനും MLAയുടെ കൂടെയുണ്ടായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ M. യൂനുസ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിബുഡി, പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഫീഖ്, ഇന്റലിജൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K. രാമൻകുട്ടി എന്നിവർ എക്സൈസ് ഓഫീസിലെ അസൗകര്യങ്ങളും പ്രയാസങ്ങളും MLAയെ ധരിപ്പിച്ചു. പെരിന്തൽമണ്ണ എക്സൈസ് ഓഫീസിലെ കാര്യങ്ങൾ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന് ഒരു നല്ല ഓഫീസ് സാധ്യമാക്കുന്നതിന് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഈ വിഷയം കൊണ്ടുവരും. അത് എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തും. പ്രത്യേകിച്ചും വർഷങ്ങളായിട്ട് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഇപ്പോഴുള്ളത്. ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. മഴക്കാലത്തും അതുപോലെ തന്നെ എപ്പോഴും അപകടാവസ്ഥയുള്ള ഒരു സാഹചര്യമാണ്. അതൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം ഈ ഗവൺമെന്റിന്റെ മുമ്പാകെ നമ്മളത് ഒരു വലിയ ആവശ്യമായി തന്നെ പെരിന്തൽമണ്ണയിലെ ഒരു വലിയ ആവശ്യമായിട്ട് തന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എക്സൈസ് ഓഫീസിന് പ്രവർത്തിക്കാൻ സൗകര്യത്തിൽ പുതിയ കെട്ടിടം വേണം. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ സൗകര്യപ്രദമായ വാടക കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. ആവശ്യമായ വാഹനങ്ങളും അനുവദിക്കണം. ഇക്കാര്യത്തിൽ MLAയിൽ പ്രതീക്ഷയുണ്ടെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M. യൂനുസ് പറഞ്ഞു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വളരെ പരിമിതമായ സാഹചര്യമാണുള്ളത്. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു റേഞ്ച് ഓഫീസർ സ്വന്തമായ ഒരു വാഹനം ഉണ്ടായിരുന്നില്ല. ഞാൻ സർക്കാർ വന്ന ശേഷം ഞാൻ സാറിനെ കാണുകയും സാർ അത് വളരെയേറെ നമ്മളെ അത് സീരിയസ് ആയി എടുക്കുകയും അദ്ദേഹം അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഫലമായി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡ്രൈവർ പോസ്റ്റ് അന്വേഷിച്ചിരിക്കുന്നു. അത് സാറിന് സമഫലമായുള്ളതാണ്. തീർച്ചയായും സാറിനോട് ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ പെരിന്തൽമണ്ണ ജീവനക്കാരും സാറിനോട് കടപ്പെട്ടിരിക്കും. സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹം നമ്മുടെ ഓഫീസ് വളരെ സൗജന്യമായ ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. സാറ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാരണം ഞാൻ അടുത്ത പ്രാവശ്യം MLA ആയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കെട്ടിടം ഞാൻ പണിഞ്ഞിരുന്നുള്ള അദ്ദേഹം വളരെ വാക്ക് എനിക്ക് തരുന്നുണ്ടായി. അതിനുശേഷം അദ്ദേഹം ജയിച്ചു. നമ്മൾ വീണ്ടും MLA തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഞാൻ പോയി കണ്ടു. സാറ് തീർച്ചയായും നിങ്ങളുടെ ഓഫീസ് വന്ന് കാണുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമ്മുടെ ഓഫീസ് വന്ന് വിസിറ്റ് ചെയ്യും. അതിനുള്ള പ്രാരംഭ നടപടികളെല്ലാം സ്വീകരിക്കാൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായും അത് നടപ്പിലാക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെ പേരിലും ഞങ്ങൾ പെരിന്തൽമണ്ണ എക്സൈസിൻ്റെ പേരിലും അദ്ദേഹത്തിന് വളരെയേറെ നന്ദി ഈ അവസരത്തെ രേഖപ്പെടുത്തുന്നു. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ ജൂലൈ 17-ന് മെഗാ തൂഫാൻ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പെരിന്തൽമണ്ണയിൽ നേരിട്ടെത്തും. എക്സൈസ് വകുപ്പിനെയും പങ്കെടുപ്പിച്ചിട്ടുള്ള തൂഫാൻ മെഗാ മീറ്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് MLA എക്സൈസ് ഓഫീസ് സന്ദർശിച്ചത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്ന ആ മെഗാ ഇവന്റിന്റെ ഒരു പ്രവർത്തനം കൂടി വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നത്. ഏതായാലും പെരിന്തൽമണ്ണയിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നല്ല ഇനീഷ്യേറ്റീവിന് ഈ നാട് അവരുടെ ഒപ്പമുണ്ട് എന്ന ഒരു പിന്തുണ കൂടി അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഇതിലേക്ക് പങ്കാളികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രിമിനൽസ് അടക്കമുള്ള ആളുകളുണ്ട്. സാക്ഷി പറയാൻ പോലും ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് ഭയപ്പാടേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി വരികയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ ജാഗ്രത ശക്തിപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണപരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.